ശരിക്കും ഒരു റിയൽ ഒരു ഗേൾ പവർ, ഒരു മിമിക്രി, അതായത് ഗേൾസ് ചെയ്യാന്ന് പറയുമ്പോ റയർ അല്ലേ മൃദുല? അപ്പൊ അതിന്റെ അർത്ഥം അനുവിന്റെ കൊള്ളൂലെന്നാണ്? അനുവിന്റെ നന്നായിരുന്നു, പക്ഷെ മൃദുല ഒരു ഡിഫറെന്റ് സ്റ്റൈലാണ്. ദിലീപാണെന്ന് നിന്നെ അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ കാവ്യ മാധവനാണെന്ന് അനുവിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് മൃദുലയുടെ മിമിക്രിയേക്കാൾ കൂടുതലായിട്ട് മാൻഡ്രസംസ് അതുപോലെ തന്നെ നോട്ടീസ് ഇത് ചെയ്യും. ഇവിടെ എല്ലാരും ചെയ്യാറുണ്ട്. യെസ്, മേനക ചേച്ചി ചെയ്യോ? മേനക ചേച്ചി ചെയ്യും. ചേച്ചി ആക്ച്വലി ഈ ഫ്ലോറിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ ചേച്ചി ഈ ഫ്ലോറിൽ ചെയ്യുന്ന പോലെ കാണിക്കാട്ടോ. പറ, നീ പറ. അതൊന്നും പറ്റൂല, എനിക്ക് അതൊന്നും പറ്റൂല, അതൊന്നും പറ്റൂല. നീയാണോ അത് പറയുന്നത് എന്റെ അടുത്ത്? നീയാണോ അത് എന്നോട് പറയുന്നത്? പറ്റില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? നീ മിണ്ടരുത്, നീ മിണ്ടരുത്, നീ മിണ്ടരുത്. സുമേഷ് നീ മിണ്ടരുത്. നീ ആരാ നീ എന്നെ പറയാനായിട്ട്? ഞാൻ ചോദിക്കുന്നുണ്ട്, ഈ ആരാ നീ എന്നെ പറയാനായിട്ട്? പറ. അല്ല ചേച്ചിക്ക് ഇത്രയും ദേഷ്യം വരുമ്പോ എനിക്ക് ദേഷ്യം വന്നൂടെ? എനിക്ക് ദേഷ്യം വന്നൂടെ? നീ പറ. എന്റെ നെഞ്ചത്തേക്ക് എനിക്ക് ദേഷ്യം വന്നൂടെ? സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി കേട്ടോ, അടിപൊളി. ഇത്രയും ഞാൻ സുമേഷിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടില്ല, ഇനി ദേഷ്യപ്പെട്ടോളാം. സുമയ്ക്ക് ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ട്, റെസ്പെക്ട് കൊണ്ടുള്ള ഒരു പേടി, അത് മേനക ചേച്ചിയെ മാത്രമായിരിക്കും കേട്ടോ. ലക്ഷ്മി, ആ കാവ്യ മാധവന്റെ ക്ലോസ് ഒന്ന് വെക്കണേ. കാവ്യ മാധവനോട് കാണിക്കുന്ന ഒരു അവഗണനയാണ്. വേറെന്താ ചെയ്യാ? നല്ല കോൺഫിഡൻസ് ഉള്ളൊരു സുമേഷ് എന്നെ കാണിക്കും. സുമേഷ് ചേട്ടൻ റിഹേഴ്സലിന് എന്റെ കൂടെ ഡാൻസ് പ്രാക്ടീസ് നിൽക്കുമ്പോഴത് ഇത് ഞാനാണേ, സുമേഷ് ചേട്ടനാണ് കേട്ടോ. വാ ചേട്ടാ, നമുക്ക് ഡാൻസ് ചെയ്യാം. നീങ്ങിക്കോട്ടെ. വാ ചേട്ടാ, നീ ഇങ്ങനെ പറയല്ലേ. വാ ചേട്ടാ, ഡാൻസ് ചെയ്യാം. നീ നീങ്ങിക്കോട്ട്, ഞാൻ കളിക്കട്ടെ, ഡാൻസ് കളിക്കട്ടെ. വാ മൃദുല. ചേട്ടാ ഇങ്ങനെയാ, ചേട്ടാ സ്റ്റെപ്പ് ഇങ്ങനെയാ. ഇടയ്ക്കിടയ്ക്ക് ബാധ കയറുവോ? എന്റെ അമ്മേ, ചുമ്മാ അല്ല, നിനക്കും എനിക്കും കൂടെ ഒന്ന് ചേരാതെ. മൃദുല നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. മൃദുലയ്ക്കൊരു വലിയ കൈ കൊടുക്കാം. നമുക്ക് ആ കാവ്യ മാധവന്റെ ക്ലാസ് ഒന്ന് വെക്കൂ, എന്നിട്ട് അടുത്ത സംഭവങ്ങള്. അല്ല, കുറെ നേരമായി കാവ്യ മാധവൻ ക്ലോസപ്പ് ക്ലോസ്. അല്ലാതെ വേണം, കാരണം ഒരു സ്റ്റാർ ചെയ്ത് ചീറ്റിപ്പോയി. പൊതുപ്പ് വെച്ചോടെ മാറി അവസരം കൂടെ കൊടുക്കാം അല്ലേ? വാ കാവ്യ, വാ കാവ്യ. എന്തോ ചേച്ചി പറയൂ കാവ്യ. ആരാ ചേച്ചി വേണ്ടേ? ജനാർദ്ദനൻ എന്ന് പറയാൻ പറഞ്ഞു. ആരാ ചേച്ചി വേണ്ടേ? സാറോ? ജനാർദ്ദനൻ. ഓക്കെ. പട്ടച്ചാരമിതി കൊട്ടാരം നശിപ്പിച്ചു. നന്നായിട്ടുണ്ട്, കണ്ടിന്യൂ ചെയ്യും. ഹോ ശിവ ശിവ, എന്നിട്ടായി കാണിക്കണേ. ജനാർദ്ദനൻ MS. ഇപ്പൊ പറഞ്ഞതാരാ ചേച്ചി? തൃശ്ശൂര് വഴി തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറ അല്ലേ? ആരാ? തൃപ്പൂണിത്തുറ. അതെ. ജനാർദ്ദനൻ ചെയ്യാൻ പോയിട്ട് MS തൃപ്പൂണിത്തുറയ്ക്ക് അഭിപ്രായം മേടിച്ചോണ്ട് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിസ്റ്റ് ഉല്ലാസ്. അവള് ഉദ്ദേശിച്ചത് MS തൃപ്പൂണിത്തുറയാണ്, പക്ഷെ അറിയാതെ ജനാർദ്ദനൻ എന്ന് പറഞ്ഞു. ലക്ഷ്മിയോട് പറഞ്ഞു ജനാർദ്ദനൻ ചെയ്താ. ഞാൻ ആദ്യം കാണിച്ചത് ജനാർദ്ദനൻ സാറാ, അത് കഴിഞ്ഞ് രണ്ടാമത് കാണിച്ചത് MS തൃപ്പൂണി സാർ. അപ്പൊ ആദ്യം ജനാർദ്ദനിൽ തുടങ്ങി, അങ്ങനെ രണ്ടാമത് ചേച്ചിക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഞാൻ അത് കാണിച്ചു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലേ അല്ലേ അനു? ട്രൈ ചെയ്തില്ലേ? ഗുഡ് ജോബ്. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഈസ്റ്റർ സമയത്ത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും വേണ്ടപ്പെട്ടവരുടെ വീട്ടിൽ പോകും. ശരിക്കും ഈസ്റ്റർ ടൈമിൽ എപ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിഭവം എന്ന് പറയാൻ എല്ലാവർക്കും എന്താ? അപ്പവും താറാവും. അടിപൊളി. എനിക്ക് കസകാപ്പം. ഓക്കെ, പിന്നെ തങ്കുവിന്റെ ഈസ്റ്റർ എങ്ങനെയാവാറ്? ചിക്കൻ സ്റ്റൂ. ഡയന ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉള്ള ആളാ. നോമ്പ് സമയത്ത്, നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരും. ഈസ്റ്റർ ടൈമില് എനിക്ക് എന്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് എല്ലാം കൊണ്ടുവന്നിട്ട് ട്രിവാൻഡ്രത്ത് മട്ടൻ ബിരിയാണിയാണ്. മട്ടൻ ഭയങ്കര സ്പെഷ്യൽ. ഈസ്റ്റർ നല്ല മട്ടൻ ബിരിയാണി. ശരി, അനുവിന്റെ ഈസ്റ്റർ എങ്ങനെയാണ്? ഈസ്റ്ററിന്റെ അന്ന് രാവിലെ പാളയത്തുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. പിന്നെ എന്റെ കല്യാണം വേഗം നടക്കണേ, അതൊന്നും ഞാൻ പ്രാർത്ഥിക്കില്ല. സ്റ്റാർ മാജിക്ക് 10-30 വർഷം നീണ്ടു പോണേ. തങ്കച്ചേട്ടൻ എത്രയും പെട്ടെന്ന് ഒരു പെണ്ണ് വരണേന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് വീടിനടുത്ത് ഈസ്റ്റർ ആഘോഷിക്കുന്ന കുറച്ച് പേരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. അവരെ വീട്ടിൽ പോയി. അവരെ ക്ഷണിക്കില്ല,
കേറും. ഇല്ല അവര് തലേദിവസം പറയും വരണമെന്നൊക്കെ പറഞ്ഞിരിക്കും. അതൊക്കെ ആൾക്കാർ പറയും നമ്മൾ മനസ്സ് വെക്കണം പോകണ്ടെന്ന്. അങ്ങനെയൊക്കെയാണ് അവിടെ. സത്യമായിട്ട് പാവമാണോ അതോ പാവമായിട്ട് അഭിനയിക്കുകയാണ്? അയ്യോ ചേച്ചി കുട്ടിത്തം ചേച്ചി കുട്ടിത്തം. അല്ല എനിക്കൊരു സംശയം. ഞാൻ ശരിക്കും പറഞ്ഞ അത്ര പാവമൊന്നുമില്ല ചേച്ചി. അങ്ങനെയാണ്. ഞാൻ അത്ര പാവമൊന്നുമില്ല. എന്റെ മൂക്ക് കണ്ടോ? ഞാൻ അത്ര പാവമൊന്നുമില്ല. എവിടെ നീ മറ്റേ രുചി ഇട്ടിട്ട് ചുമന്നിരിക്കുന്ന മൂക്ക് കണ്ടോ? ഞാനൊരു ഉപദ്രവം ചെയ്യാന്നൊന്നും പറയരുത്. ഇച്ചിരി ഉറുമ്പോടി എവന്റെ കാലിലേക്ക് ഞാനെങ്കിൽ നിൽക്കട്ടെന്ന് ഓർത്താ. അമീൻ, ഞാൻ അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ എനിക്ക് ചേച്ചി ചോദിക്കാ ഇങ്ങനെ ബ്ലഷ് ചെയ്യണതിന്റെ സീക്രട്ട് എന്താ? നീ തുടുക്കണേ സീക്രട്ട് തന്നെ നമ്മളൊരു ബ്രഷ് മേടിക്കുക, പേസ്റ്റ് മേടിക്കുക. ഇതൊന്നും സീക്രട്ട് ആയിട്ട് കൊണ്ടു നടക്കേണ്ട കാര്യമല്ലോ. അമീൻ ബ്ലഷ് ചെയ്യുന്ന ഇവിടെ ഒരാളെ കണ്ടിട്ടാ. അത് ഞാൻ പറയില്ല സീക്രട്ട്. അങ്ങനെ നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കൂടെ പറഞ്ഞിട്ട് പോയാ മതി. ഇത് ആരെ കണ്ടിട്ടാ ഈ ഫ്ലഷ് ചെയ്യണേ? അവന്റെ പൈസ പോയി തുടങ്ങി. വാച്ചിലുണ്ട്, ചാരായത്തിലില്ല. മനസ്സിലായി ആരാണെന്ന് മനസ്സിലായി. ഞാൻ പറയാം എന്നെ പറയുന്നേ മനസ്സിലായി. ആതിരയാണ് നമ്മുടെ അമ്മേന്റെ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തങ്കച്ചേട്ടനാണേ. അതായിക്കോട്ടെ ശരി. പക്ഷെ ആതിര അങ്ങനെ പറഞ്ഞെങ്കിൽ അതിൽ എന്തോ ഉണ്ടല്ലോ. ഇപ്പൊ സത്യം പറയണം, എന്താണ് എത്ര പോയി? അതിലാണ് ഇവിടെ വ്യത്യാസം. എനിക്ക് വേണ്ടി എന്തും അനു ഒരുപാട് സാധനങ്ങൾ ഈ കയ്യിൽ കിടക്കുന്ന ഈ സാധനം പോലും എനിക്ക് അനു വാങ്ങിച്ചു തന്നു. ഇത് പിള്ളേർക്ക് വേണ്ടി അതൊന്നും അല്ല. ഇതൊക്കെ നിന്നെ അനു എടാ, ഇത് എന്റെ ഉണ്ടോ? ഇത് എന്റെ ഇത് എന്റെയാണിത്. പ്രൈസ് ടാഗ് വരെ ഉണ്ടാവും. ഞാനിത് ഭീമാപ്പള്ളിയിൽ വാങ്ങിച്ചാണ് എന്റെ ഇത്. ചുമ്മാ അമ്മിന് പുതിയതാ ഫ്രഷ്. ശരിയാണ് തങ്കച്ചിന്റെ ഉള്ളത്. ഇല്ല ഇത് ബ്രാൻഡാ. നിങ്ങൾക്ക് ഞാൻ ചാത്ത സാധനം. നിങ്ങൾക്ക് ഇത് ബ്രാൻഡാ. വിശ്വസിക്കാലോ അല്ലേ? പറഞ്ഞോ. എടാ ബിനീഷ്, നീ ചുമ്മാ നിൽക്കുവാണെങ്കിൽ ഈ മുയലിനെയൊക്കെ പിടിച്ച് കൂട്ടിക്കൊണ്ടുവരാ. ഓ